ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നറൂട്ടോ എന്ന് പറയുന്ന ആനിമി സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ടാണ്. ഇതിൻ്റെ മുൻപുള്ള രണ്ടാമത്തെ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ എന്തായാലും ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാം. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നറൂട്ടോയും നമ്മുടെ ചിമ്മിട്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് ചിമ്മിട്ടിൻ്റെ സാറ് വന്ന് നറൂട്ടോനെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സാറിനെ കണ്ട ചിമ്മിട്ടാവട്ടെ എനിക്ക് നിൻ്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ഗേൾ ജുട്സ് ഉപയോഗിക്കും. ഇത് കണ്ട സാറാവട്ടെ അന്തം വിട്ട് വായ പൊളിച്ചിരിക്കും. സാർ എന്നിട്ടും വീണ്ടും വീണ്ടും നറൂട്ടോനെ പറ്റി കുറ്റം പറയുമ്പോൾ നറൂട്ടോയ്ക്ക് ദേഷ്യം പിടിച്ചിട്ടാവട്ടെ നറൂട്ടോ അവൻ്റെ ഒരുപാട് ക്ലോൺസിനെ അവിടെ ഉണ്ടാക്കും. അതുപോലെ തന്നെ അവിടെ കുറേ ഗേൾ ജുട്സ് ഉപയോഗിച്ച് ഗേളിനെയും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മാസ്റ്ററിനെ ഇടിച്ച് പഞ്ഞിക്കിടും. ഗ്ലോബിലൂടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ ലോഡിന് വരെ നറൂട്ടോനെ പേടിയാവുകയാണ്. എങ്ങനെയാണ് നീ ഈ വിദ്യയൊക്കെ പഠിച്ചെടുത്തത്, എനിക്കും കൂടി ഇതൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് നറൂട്ടോനോട് ചോദിക്കുന്ന അതേ സമയത്ത് തന്നെ ചിമ്മിട്ട് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കും. എനിക്ക് ഹൊക്കാഗെ ആവണമെങ്കിൽ നറൂട്ടോനായിട്ടും ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അവന് മനസ്സിലാവും. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ് അല്ല ശത്രുക്കളാണെന്ന് നറൂട്ടോനോട് നമ്മുടെ ചിമ്മിട്ട് പറയും. ശരിയാണ്, എനിക്കും നിന്നെപ്പോലെ ഒരു ചിമ്മിട്ടിനെ ക്ലാസ് എടുത്ത് തരാൻ സമയമില്ല, എനിക്ക് പോലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ അവസാനം ബൈ ബൈ ഒക്കെ പറഞ്ഞ് നറൂട്ടോ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഗ്ലോബിലൂടെ കണ്ടുകൊണ്ട് ലോഡിന് സന്തോഷമാവും. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ചാടി നീച്ച നറൂട്ടോ കലണ്ടറിൽ നോക്കുമ്പോൾ അന്ന് 15-ാം തീയതിയാണ്. ഇപ്പോൾ ആളൊരു നിഞ്ചയാണ്. അവ ബെൽറ്റും എല്ലാം കെട്ടി സെറ്റായിട്ട് പുറത്ത് പോകുമ്പോൾ കോൺഹമാരു, അതായത് നമ്മുടെ ചിമിട്ട്, അവൻ പെട്ടെന്ന് നറൂട്ടോന് മുന്നിലോട്ട് ചാടി വരും. നറൂട്ടോനെ ഫൈറ്റിൽ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചിമിട്ട് അവിടേക്ക് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു ലോക്കൽ നിഞ്ചല്ല, അതിനേക്കാൾ ഒരു പടി മേലെയാണ്, എനിക്ക് ക്ലാസ്സിൽ പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് നറൂട്ടോ അവിടെ നിന്ന് പോകും. കട്ട് ചെയ്താൽ അവൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന സാക്കുറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കും. അവള് കണ്ണാടിയിലൊക്കെ നോക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് പുറത്തോട്ട് വരുമ്പോൾ സ്ട്രീറ്റിൽ വെച്ച് അവളുടെ മുഖ്യ ശത്രുവായിട്ടുള്ള ഈനോനെ കാണും. ആദ്യം സോപ്പ് ഇട്ട് പിന്നെ കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞ് അവർ രണ്ടുപേരും അവസാനം മുട്ടൻ തെറിയും പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങും. ഇപ്പൊ രണ്ടുപേരും ക്ലാസ്സിൽ ആദ്യം എത്താൻ വേണ്ടി ഓട്ട മത്സരം തുടങ്ങും. ക്ലാസ്സിലിരിക്കുന്ന നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ്റെ അടുത്തോട്ട് കുട്ടികളെ കളിയാക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടപ്പനാണെങ്കിൽ അവന്റെ തലയുള്ള ഹെഡ് ബാൻഡ് ഒക്കെ കാണിച്ചുകൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈൻഹോയും സാക്കുറയും അടി കൂടിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് ഓടി വരുമ്പോൾ സാക്കുറ ആവട്ടെ നമ്മുടെ നറൂട്ടോനൊന്ന് സൂക്ഷിച്ചു നോക്കും. ഇതെന്താപ്പോ ഇവളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, എനിക്ക് ഇവളെ ഇഷ്ടാന്നുള്ള കാര്യം ഇവളറിഞ്ഞോ സില്ലിക്കൽ. എന്നാലൊരു ഹഗ് കൊടുക്കാന്ന് വിചാരിച്ച് നറൂട്ടോ ആണെങ്കിൽ ചാടി നീക്കുമ്പോൾ സാക്കുറ ആണെങ്കിൽ നറൂട്ടോനെ ഇടിച്ചിട്ട് പുതിയതായി വന്ന സാസൂക്കന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. സസൂക്ക എല്ലാ പരീക്ഷയിലും ഒന്നാമനായി ജയിച്ചു വന്നവനാണ്. സസൂക്കനെ സാക്കുറ വായ നോക്കുന്ന കണ്ട് നമ്മുടെ ആൾക്ക് നല്ല ദേഷ്യം വരും. ഇതൊക്കെ കണ്ട് ഞാനാണോ അവനാണോ പവർഫുൾ എന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് നറൂട്ടോ സാസൂക്കനെ കണ്ണും നോക്കിയിട്ട് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അവർ രണ്ടുപേരും കിസ് അടിക്കുകയാണ്. ഇതൊക്കെ കണ്ട സാക്കുറിന്റെ താജ്മഹൽ ഒറ്റയടിക്ക് വീണു പോവാണ്. പിന്നെ പറയാനുണ്ടോ, തല്ല് അടി വഴക്ക് ഇതെല്ലാം ഗ്ലോബിലൂടെ ലോഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്കാണെങ്കിൽ നമ്മുടെ മാസ്റ്റർ വന്നിട്ട് എല്ലാവരെയും 3 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ തുടങ്ങും. സസൂക്കൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ ആരായിരിക്കും എന്നാണ് എല്ലാവർക്കും ആകാംക്ഷ. പക്ഷെ ലിസ്റ്റ് വന്നപ്പോൾ 7 ഗാർഡ്സ് ആയിട്ട് നറൂട്ടോയും സസൂക്കോയും സാക്കുറയാണ്. സാക്കുറ വന്നതിൽ നമ്മുടെ നറൂട്ടോ ഹാപ്പി ആണെങ്കിലും സസൂക്ക വന്നതിൽ നറൂട്ടോയ്ക്ക് തീരെ ഇഷ്ടപ്പെടാതെ, സാർ എനിക്ക് ഗ്രൂപ്പ് വേണ്ട, ഈ മുടിഞ്ഞ ലുക്കുള്ള തെണ്ടിയെ എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കണം. പക്ഷെ സാറാണെങ്കിൽ ഇതൊന്നും അനുവദിച്ചു കൊടുക്കില്ല. ഈനോക്കാണെങ്കിൽ സസൂക്കൻ്റെ ഗ്രൂപ്പിൽ പോവാത്ത വലിയ ദേഷ്യത്തിലും വിഷമത്തിലും അവിടെ ഇരിക്കുകയാണ്. നറൂട്ടോ ഡിപ്രഷൻ അടിച്ച് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ സസൂക്ക ആവട്ടെ വിൻഡോൻ്റെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അഹങ്കാരിയായിട്ടുള്ള ഈനോ അവരുടെ ഗ്രൂപ്പിലുള്ളവരെ പുച്ഛിക്കുമ്പോൾ അവർ തിരിച്ചും പുച്ഛിക്കും. ഇതേ സമയം നറൂട്ടോ ആണെങ്കിൽ സസൂക്ക ഇരിക്കുന്ന ജനലിലൂടെ ചാടി കയറുന്നത് അവള് കാണും. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സസൂക്ക ഒരു പോറലൊന്നുമില്ലാതെ പുറത്തോട്ട് ചാടി വരുന്നത് അവള് കാണും. അടുത്തതായി കാണിക്കുന്നത് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാക്കുറയാണ്. സസൂക്കനെ കുറിച്ച് കുറെ നേരം ആലോചിച്ച് മുമ്പിലോട്ട് നോക്കുമ്പോൾ ദേ കിടക്കുന്നു ഫ്രണ്ടില് സസൂക്ക. അവനിപ്പോ അവളിനെ പൊക്കിയടിച്ചിട്ട് നിനക്ക് നറൂട്ടോനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവനൊരു മണ്ണബുദ്ധിയാണ്, അവൻ വെറും പൊട്ടനാണെന്ന് പറയും. പെട്ടെന്ന് തന്നെ സസൂക്കന്റെ വയറിന് പണി കിട്ടിയിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അത് യഥാർത്ഥത്തിൽ സസൂക്കയല്ല, നമ്മുടെ നറൂട്ടോയാണ്. റിയൽ സസൂക്ക എങ്ങനെയൊക്കെയോ പുറത്തെത്തിയിട്ട് അവളുടെ അടുത്ത് നീ നറൂട്ടോനെ കണ്ടോ എന്ന് ചോദിക്കും. ആ തലതെറിച്ച ചെക്കനെ പറ്റി എന്നോട് ചോദിക്കണ്ട, അവന് അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ബേസിക് മാനേഴ്സ് പോലും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് അവള് വീണ്ടും അവനെ പറ്റി കുറ്റം പറയുമ്പോൾ പാരൻസ് ഇല്ല എന്ന് പറയുന്നത് തീരെ സസൂക്കയ്ക്ക് പിടിക്കില്ല. ബാത്റൂമിൽ പോയി ഭാരൊക്കെ ഇറക്കി വെച്ചാൽ നമ്മുടെ നറൂട്ടോ വന്ന് പെടുന്നത്
വരുന്നത് നേരെ സസൂക്കന്റെ മുൻപിലാണ്. ക്ലൗൺസ് ക്രിയേറ്റ് ചെയ്ത് അവനെ അടിച്ചു തോൽപ്പിക്കാൻ നോക്കുമ്പോൾ എല്ലാ ക്ലൗൺസിനും വയറുവേദന എടുത്ത് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അടിപിടി കൂടും. സസൂക്കയുടെ മുമ്പിൽ ഒരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നറൂട്ടോന്റെ അടുത്ത് സാക്കുറ ആണെങ്കിൽ കമ്പനി അടിക്കാൻ തുടങ്ങും. പക്ഷെ എന്താ ചെയ്യാ, നമ്മുടെ നറൂട്ടോയ്ക്ക് വയറുവേദന വന്ന് ബാത്റൂമിൽ ഓടുമ്പോൾ ഇതൊക്കെ കണ്ട് കലി വന്ന സാക്കുറ ആണെങ്കിൽ അവിടെ കിടന്ന് അലറുകയാണ്. അങ്ങനെ ബാത്റൂമിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട നറൂട്ടോനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. ഇനി അടുത്തൊരു ദിവസം അടുത്ത എപ്പിസോഡുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.